ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വിഷമമുള്ള കാര്യങ്ങൾ പറയാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരമ്മയുടെ വേദന എങ്ങനെയാണ് എന്താണെന്ന് കുഞ്ഞുങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുക? മക്കളെ, ഒരമ്മയുടെ വേദനയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു കുഞ്ഞില്ലാണ്ട് എത്രയോ ചികിത്സിച്ചിട്ടും എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം കാര്യങ്ങളും സഹിച്ചിട്ടാണ് ഒരമ്മ ഗർഭിണിയാവുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞില്ലാത്ത ആൾക്കാർ പല ട്രീറ്റ്മെൻറ്റും എടുക്കും, എന്നിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. എല്ലാവർക്കും കുട്ടികളുണ്ടാകുമ്പോൾ അത്രയും സന്തോഷമാണ്. എന്ത് സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. ഒക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാവുന്നു, കരച്ചിൽ വരുന്നു. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അമ്മമാർ ഗർഭിണിയായ തൊട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഛർദി, അസുഖങ്ങൾ, പലവിധമായ പ്രശ്നങ്ങൾ, എന്തെല്ലോ വേദനകൾ സഹിച്ചിട്ടാണ് അവർ 10 മാസമാകുമ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുന്നത്. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് വളർന്നു വരുന്നവരെയും ആ കുഞ്ഞിന് ഏതെല്ലാം രീതിയിൽ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ആ മാതാപിതാക്കൾ, അവരെ കൂടെ ഉള്ളവർ ആ കുഞ്ഞിനെ അത്രയ്ക്കും സൂക്ഷിച്ച് വളർത്തും. ഒരു അസുഖം വന്നാലോ എന്തായാലും അവരെത്രമാത്രം വേദനിക്കുന്നറിയാം. എന്നിട്ട് അവരത്ര ട്രീറ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. കുഞ്ഞുങ്ങൾ അത് വളർന്നു സ്കൂളിൽ പോകാനില്ല, അംഗനവാടി പോകാനും സ്കൂളിൽ പോകാനില്ല പ്രായമായതു അവരെ കൊണ്ടുവിട്ട് അവർ വീട്ടിൽ വരുന്നവരെയും അച്ഛനും അമ്മയാണ് വീട്ടിൽ അധികം ഉണ്ടാവുന്നത്. അപ്പോൾ ആ അമ്മ അത്രയും മക്കൾ വരുന്നത് കാത്തിരിക്കും. മക്കൾ വന്നതും അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ മക്കൾ വന്നതും മക്കൾ വീട്ടിലെത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിലും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്തും അതുപോലെ അവരെ സ്നേഹിച്ചും മാതാപിതാക്കൾ അവരുടെ ജീവിതം മക്കൾക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കും. പല രീതിയിലും പിതാവ് അധ്വാനിക്കുന്നതും വെക്കുന്നതും തൻ്റെ കുടുംബത്തിന്, നമ്മളെ മക്കളെ പഠിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയും ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്നു. പല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിനെ വിട്ടിട്ട് അവർക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ദൂരെ പോയിട്ട് അധ്വാനിക്കുന്നുണ്ട്. എല്ലാ മക്കൾക്ക് വേണ്ടിയും അതുപോലെ കുടുംബത്തിനും വേണ്ടിയും. ഇപ്പോൾ വളർന്നു, ഇപ്പോൾ കുറേ കാലങ്ങളായി നമ്മളെ കേരളത്തിനെ മാത്രം എടുത്താൽ മതി, എവിടെ നോക്കിയാലും കൊല, പിടിച്ചുപറി, അടി, കുത്ത്, കൊല ഇങ്ങനെ കേൾക്കാൻ മാത്രമേ ദിവസം പത്രത്തിലുള്ളൂ. അതിനെല്ലാം കാരണം ലഹരി മരുന്ന് ഉപയോഗം. ഏത് രീതിയിലാണ് ആ കുഞ്ഞുങ്ങൾ ആ ലഹരി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പണത്തിന് വേണ്ടി കൊടുത്തിട്ട് ഇതിനെ കൊണ്ട് നല്ല ഇതാണ്, ഇത് കഴിച്ചാൽ മതി, ഇത് അങ്ങനെ അവരെ നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കാം. ഏതെല്ലോ വിധത്തിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ ലഹരി എത്തുന്നുണ്ട്. MDM പോലെ കഞ്ചാവ്, മയക്കുമരുന്ന്, പല പേരിൽ പല രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെ, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ തന്നെ അതില്ലാത്തപ്പോൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അത് ഉപയോഗിക്കാണ്ടിരുന്ന സമയങ്ങളിൽ, അതെന്താണെന്ന് അറിയാത്ത ഇരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ രീതിയിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ സുബോധം നഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്നില്ല അറിയാതെ നിങ്ങൾ പല വിധത്തിലും ദോഷങ്ങൾ മാത്രം, അനീതി മാത്രം ചെയ്യുന്നു. കൂടപ്പറപ്പുകൾ ആരാന്ന് തിരിച്ചറിയുന്നില്ല, മാതാവാര് പിതാവാര് എന്ന് തിരിച്ചറിയുന്നില്ല, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാഷുമാരെ തിരിച്ചറിയുന്നില്ല, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ ആരെയും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയും കുത്തും കൊല്ലലും ആയി. അവിടെ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം. അപ്പോൾ ഇത്രയും കാലം അത്രയും അച്ഛനും അമ്മമാരും അത്രയും വളർത്തിക്കൊണ്ടുവന്ന ആ കുട്ടികൾ ചെറിയ ഒരു നിമിഷം കൊണ്ട്, ചെറിയ ഒരു ദേഷ്യം കൊണ്ട് നിങ്ങൾ അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ ആ മാതാവിൻ്റെ പിതാവിൻ്റെ കൂടപ്പിറപ്പുകളുടെ ആ വേദന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കും മക്കളെ, മനസ്സിലാക്കണം.
ഇനിയില്ല. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഓരോരോ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കഞ്ചാവ് മയക്കുമരുന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ലഹരി അത് അല്പസമയം മാത്രമേ ഉള്ളൂ. ആ അല്പസമയത്തിൻ്റെ സുഖത്തിന് വേണ്ടി നിങ്ങളെ ജീവിതകാലം മൊത്തം നിങ്ങൾ വേദന അനുഭവിക്കും. നിങ്ങൾ നിരാശരായിത്തീരും. നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തികൾ അത് ഇല്ലാണ്ടാക്കുമെന്ന്. നിങ്ങളാണ് നാളെ രാജ്യത്തെ ഭരിക്കേണ്ടത്. നിങ്ങളാണ് നാളെ നല്ല നല്ല സോഷ്യൽ വർക്ക് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി കരുതേണ്ടത്, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങളെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുമെന്ന്, അനീതിയും അക്രമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമെന്ന്. നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം, കുട്ടികളുടെ അടുത്ത് പറയാം, ഒരു മാതാവ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്തിട്ട് മക്കളെ, നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം. ഈ നിങ്ങൾക്ക് തരുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് അവരുടെ സ്വന്തം മക്കൾക്ക് കൊടുക്കുമോ? അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കൂടെ? നിങ്ങളുടെ സുബോധം നഷ്ടപ്പെടുത്തിയിട്ട്, നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തിയിട്ട് അവർക്ക് എന്താ നേടേണ്ടത് ഈ ലോകത്തിൽ? അപ്പോൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, നിങ്ങളെ കഴിവുകൾ, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ, നിങ്ങളെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, നിങ്ങളെ കൂടപ്പിറപ്പുകളുടെ സ്നേഹം, നിങ്ങളത് യഥാർത്ഥമായിട്ട് അറിയണം. ഈ മയക്കമരുന്ന് ഉപയോഗം കൊണ്ട് നിങ്ങൾ സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഇത് കേൾക്കാനായി ലഹരി മയക്കമരുന്ന് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ കുട്ടി എന്തായി തീർന്നു? പോലീസ് കണ്ട് പിടിക്കുമെന്ന് തോന്നിയിട്ട് അത് മിഴുങ്ങി അവൻ മരിച്ചു. സ്കൂളിൽ കുട്ടികൾ പല വിധത്തിലും പല കോപത്തിലും സുഹൃത്തുക്കളെ കൂടെ പഠിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളിലത്തെ കുട്ടികളെ അടിച്ച് കൊല്ലുന്നു, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി. എന്തിനു മക്കളെ? എന്തിന് നിങ്ങളെ ജീവിതം നിങ്ങൾ തന്നെ എന്തിനാണ് നശിപ്പിക്കുന്നത്? അതിനെക്കൊണ്ട് നിങ്ങൾക്ക് നേടാനൊന്നുമില്ല. ദയവ് ചെയ്തിട്ട് അതിൽ നിന്ന്, മയക്കമരുന്നു ലഹരിയിൽ നിന്നും, നിങ്ങളെല്ലാ ജീവിത സാഹചര്യത്തിൽ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ സന്തോഷത്തോട്, സമാധാനത്തോട്, സ്നേഹത്തോട്, ഐക്യതയോടെ നിങ്ങൾ ജീവിക്കണം. ഈ നാടിന് നിങ്ങൾ ആവശ്യമാണ്. യുവതലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ, നന്മ ചെയ്യേണ്ട കുട്ടികൾ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മാതാപിതാക്കൾ എത്രമാത്രം സ്വപ്നങ്ങൾ വെച്ചിട്ടുണ്ടാവും ആ കുഞ്ഞുങ്ങളുടെ മേലെ. ആ കുഞ്ഞുങ്ങൾ അവർ എത്ര വഴക്ക് പറഞ്ഞാലും, മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാൽ അവരുടെ നന്മയ്ക്കായിട്ട് പറയുന്നതാണ്. പക്ഷേ ആ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാലും അവരുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ചെയ്യുന്ന തെറ്റ് ചെയ്യരുത് എന്നിട്ടാണ് വഴക്ക് പറയുന്നത്. അപ്പോൾ ആ രീതി അതും കൂടി മനസ്സിലാക്കാതെ മക്കളെ നിങ്ങളിങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ലഹരിയിൽ നിന്ന് പുറത്തു വരണം. നിങ്ങൾ നല്ല ജീവിതം നയിക്കണം, നല്ല സ്നേഹത്തോട് സന്തോഷത്തോട് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുക. ഒരു അമ്മേൻ്റെ ഓരോരോ ദിവസവും പത്രത്തിലും വാർത്തകളിലും ഇങ്ങനെ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോന്ന്. എനിക്കേ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ആ പെറ്റ അമ്മയും ആ അച്ഛനും കൂടപ്പിറപ്പുകൾക്ക് എത്രമാത്രം വേദന ഉണ്ടാവുമെന്നുള്ളത്, അവരുടെ മനസ്സിൻ്റെ സങ്കടങ്ങളും വേദനകളും അതൊരിക്കലും ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാണ്. ദയവ് ചെയ്തിട്ട് മക്കൾ ഇതിൽ നിന്ന് പുറത്തു വരണം. ലഹരി മാഫിയകൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കണം. ഈ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ്? പണം കൂട്ടി വെച്ചെങ്കിൽ വിശക്കുമ്പോൾ ആ പണത്തിനെ എടുത്ത് തിന്നാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഏത് രീതിയിൽ തന്നെ അനീതിയോട്, അക്രമത്തോട് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ പണം അത് നിങ്ങൾക്ക് സന്തോഷം തരുമോ? നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയണം. ഏത് കുഞ്ഞുങ്ങളെയും നശിപ്പിക്കരുത്. ഏത് മാതാപിതാക്കൾക്കും മക്കളില്ലാതാക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുമോ? ആ മക്കളുടെ ജീവിതം നശിപ്പിക്കുമോ? അങ്ങനെ ഇല്ലപ്പോൾ നിങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്. അധ്വാനിക്കാൻ ദൈവം കയ്യും കാലും തന്നിട്ടുണ്ട്. അധ്വാനിച്ച് ജീവിക്കണം. ഒരു കുടുംബത്തെയോ ഒരു മക്കളെയോ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ സന്തോഷത്തോട് ജീവിക്കുക എന്ന് ആരും വിചാരിക്കേണ്ട. പിടിച്ച് പറിച്ചിട്ടും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും വാങ്ങിയ പണം ഒരിക്കലും നിങ്ങൾക്ക് നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടില്ല. വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യന്മാരെ നിങ്ങൾ മാറിക്കൊള്ളണം. ആ മാതാപിതാക്കളുടെ എപ്പോഴും ഇങ്ങനെ ജീവിക്കുക എന്ന് ആരും കരുതണ്ട. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേന് സകലതും തലതിരിയും. അതുകൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഒരമ്മയുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ജനങ്ങൾ കുറേ എണ്ണമുണ്ട്. മാതാപിതാക്കളെ ഉപേക്ഷിക്കൽ
മാതാപിതാക്കളെ അടിച്ച് കൊല്ലൽ എല്ലാ മാതാപിതാക്കളെന്ന് വിളിക്കാൻ യോഗ്യരുള്ളവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് മക്കളെ അടിച്ച് കൊല്ലുന്ന മാതാപിതാക്കളും ഉണ്ട്. അവരൊന്നും മാതാപിതാക്കളെന്ന കൂട്ടത്തിൽ എണ്ണുന്നില്ല. വേദനയോടും വിഷമത്തോടും സങ്കടത്തോടും മക്കളെ നഷ്ടപ്പെട്ട് മക്കളെ ജീവിതം കണ്ട് വിഷമിക്കുന്ന യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ വാക്കുകൾ ആരിനെ നോവടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ വേദന ഞാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ എല്ലാ കോപത്തിനും ക്രോധത്തിനും ലഹരിയിൽ നിന്നും പിന്നോട്ട് വരട്ടെ, അതിൽ നിന്ന് പുറത്ത് വരട്ടെ എന്നുള്ള ഒരേ ഒരു അപേക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.